ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഈ ഹർജിയുമായി പോയത് അഡ്വക്കേറ്റ് ബൈജു നോയലാണ്. ബൈജു ഇപ്പോൾ റിയ ബേബിക്കൊപ്പം നമുക്കിപ്പം തത്സമയം ചേരുന്നു. റിയ, എന്താണ് ഈ ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ച് ഹർജിക്കാരന് ബൈജുവിന് പറയാനുള്ളത്? ഹർജിക്കാരൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. താങ്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടു, പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകി. നേരത്തെ അന്വേഷണത്തിൽ വലിയ തിരിച്ചടി നേടിയിരിക്കുകയാണ്. നേരത്തെ അന്വേഷണം ഒരു ഫ്രീ ആൻഡ് ഫെയർ മാനറിലുള്ള ഒരു അന്വേഷണമായിരുന്നില്ല വാസ്തവത്തിൽ നടന്നത്. അതിനകത്ത് കേരളത്തിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിലും റൂളിംഗ് പാർട്ടിയുടെ ഒരു MLA എന്നുള്ള നിലയിലും ഒരു MLA എന്നുള്ള നിലയിലും അദ്ദേഹത്തിനെതിരെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അന്വേഷിക്കുന്നതിന് സ്വാഭാവികമായിട്ട് പരിമിതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് അക്യൂസിന്റെ വോയിസ്, ക്വസ്റ്റ്യൻഡ് വോയിസ്, അതുപോലെ തന്നെ വോയിസ് സാമ്പിൾ, ഇതൊക്കെ സ്പെക്ട്രോഗ്രാഫിക്ക് അയച്ചതിന്റെ FSL റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാൻ പോലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറായിരുന്നില്ല. ഇതിനകത്ത് ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഒരു റഫർ റിപ്പോർട്ട് അദ്ദേഹം ഫയൽ ചെയ്യുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തൊക്കെ നമ്മൾ കണ്ടത്. ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കാൻ ഇന്ത്യയിലെ ആർക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അങ്ങനെ ഒരാൾ അപമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് പ്രോസിക്യൂഷൻ നടപടികളെ നേരിടാൻ വേണ്ടി തയ്യാറാകേണ്ടതാണ്. ഇതിനകത്ത് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭരണത്തിനുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുകളിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹം രക്ഷപ്പെടാനുള്ള വാസ്തവത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി മന്ത്രി പ്രയോഗിച്ച ചില വാക്കുകളടക്കം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് തെളിവുകൾ പരിശോധിച്ചില്ല എന്ന ചോദ്യം പോലും ചോദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തീർച്ചയായും നമുക്കറിയാം, കേരള പോലീസിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതുപോലെ ഇതിനു മുമ്പും നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച ചരിത്രവും അതുപോലെ തീർത്തും അൺഫെയർ ആയിട്ട് ഇതുപോലെ കേസ് അന്വേഷിച്ച ചരിത്രവും നമുക്ക് മുമ്പിലുണ്ട്. ഈ അൺഫെയർ ആയിട്ട് അന്വേഷിക്കേണ്ടി വരുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള വലിയ സ്വാധീനമുള്ള ആളുകളുടെ മുകളിലാകുമ്പോൾ അൺഫെയർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ നമുക്ക് നടത്താറുള്ളൂ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അതുകൊണ്ടാണ് ഞാൻ സെൻട്രൽ ഏജൻസി, തീർത്തും ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു സെൻട്രൽ ഏജൻസിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. സെൻട്രൽ ഏജൻസി ഈ കേസ് അന്വേഷിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ കേസ് അട്ടിമറിക്കാനൊന്നും ഇതിനകത്ത് സാധിക്കുകയില്ല. അതുകൊണ്ട് എവരി സിറ്റിസൺ ഇൻ അസീജ ബീഗം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, ഓണറബിൾ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് എവരി സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു കണ്ടക്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹിസ് ഓർ ഹെർ കേസ് ഇൻ എ ഫ്രീ ആൻഡ് ഫെയർ മാനർ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അങ്ങനെ ഒരു ഫ്രീ ആൻഡ് ഫെയർ അന്വേഷണം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ഹൈക്കോടതി അതാണല്ലോ പറഞ്ഞത്. എല്ലാ അന്വേഷണ ഏജൻസികളെയും നമ്മൾക്ക് വിശ്വസിക്കേണ്ടതായി വരും. കാരണം അന്വേഷണ ഏജൻസികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച ചരിത്രവും നമുക്കുണ്ട്. അതുകൊണ്ട് അന്വേഷണ ഏജൻസിയെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഇതിനകത്ത് കേരളത്തിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേരള പോലീസിനകത്തുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഈ കേസിനകത്ത് നേരത്തെ കേരള പോലീസ് അന്വേഷിച്ച സ്ഥിതി തന്നെ വരാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടത്. ഇതിനകത്ത് ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കട്ടെ. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമെന്നും ഇദ്ദേഹത്തിന് എതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമപരമായി നേരിടും, രാജിയില്ല എന്നതാണ് മന്ത്രി സജി ചെറിയാൻ ഹൈക്കോടതി വാർത്ത വന്നതിന് ശേഷം പ്രതികരിച്ചത്. എന്താണ് ഹർജിക്കാരൻ എന്ന രീതിയിൽ താങ്കൾക്ക് അതിനോടുള്ള പ്രതികരണം? നിയമപരമായ രീതിയിൽ കേസ് നേരിടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൌലിക അവകാശങ്ങളുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധാർമ്മികത ഉണ്ടോ എന്നും ഇല്ലയോ എന്നും വെളിപ്പെടുത്തേണ്ടതും അദ്ദേഹമാണ്. അദ്ദേഹം ആദ്യം ഈ കേസ് വന്ന സമയത്ത് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഏതാണ്ട് അതിന് സമാനമായതോ അതിൽ ഉപരിയായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായത്. അന്നുണ്ടായിരുന്ന ധാർമ്മികത ഇന്നും അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അധികാര സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് തൽക്കാലം അന്വേഷണത്തെ നേരിടുന്നതായിരിക്കും ഉചിതം. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മര്യാദ എന്നും ഞാൻ കരുതുന്നു. കോടതി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. തെളിവുകൾ പരിശോധിച്ചില്ലേ, മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചില്ലേ എന്നൊക്കെ. ഈ താങ്കളുടെ മൊഴി അന്ന് രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി? എന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെ മൊഴികൾ പരിശോധിച്ചാൽ ഇതിനകത്ത് ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പരിഗണിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. അതുകൊണ്ട് അത് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കോടതി അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഈ ഇദ്ദേഹത്തിന്റെ മല്ലപ്പള്ളി പ്രസംഗം കേട്ട മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. അത് ബോധ്യപ്പെടാത്ത ഒരേ ഒരാൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മാത്രമാണ്. അതാണ്.
മന്ത്രി പറഞ്ഞത് ചില കാര്യങ്ങളിൽ കോടതി ഒരു വ്യക്തത തേടിയെന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നതാണ്. അതായത് താൻ കുറ്റക്കാരനാണ്, കുറ്റം ചെയ്തു, ഭരണഘടന അവഹേളിച്ചു എന്നൊരു കണ്ടെത്തലല്ല വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ എത്രത്തോളം എന്തായിരുന്നു കോടതി കൃത്യമായി പറഞ്ഞത്? കോടതിയുടെ ഫൈൻഡിങ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനകത്ത് പ്രൈമ ഫേസി ഒരു കേസ് ഉള്ളത് കൊണ്ടാണല്ലോ. കേസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പരിഗണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ കേസ് ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ഒരു റീഇൻവെസ്റ്റിഗേഷന്, ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന ഒഫൻസ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ടിന്റെ സെക്ഷൻ 2 അദ്ദേഹം വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രൈമ ഫേസി ഒരു കേസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഫൈൻഡിങ്സ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാകേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ നിയമ സംവിധാനത്തിന്റെയും ശക്തിപ്പെടുത്തലിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് നടക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. പ്രതികരണമാണ് റിയ ബേബി നമ്മളിലേക്ക് എത്തിച്ചത്.